ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോകുമ്പോ അടുത്ത വീട്ടിലെ സായിപ്പ് കണ്ണിറുക്കി സോയ്ക്കണ്ണ് ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ. എല്ലായിടത്തും ഫോക്ലോറിസ്റ്റുകളാണ്, കുറെ ഫേക്ക് ലോറിസ്റ്റുകളുണ്ട്. കാരണം ഫേക്ക് ആയിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതും നമ്മുടെ ഈ കലോത്സവത്തിന് കുറെ വിവാദങ്ങൾക്കും കുറെ പ്രശ്നങ്ങൾക്കും കുറെ കുട്ടികളുടെ കണ്ണീര് കുടിക്കാനൊക്കെ അതും കാരണമായിട്ടുണ്ട്. നമ്മുടെ ക്ലാസിക് കലകളൊക്കെ ഒരാൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ എത്ര പൈസ ഏകദേശം വേണ്ടിയിരുന്നത് നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ ഗോത്രകലകൾ ജഡ്ജ്മെന്റ് പോകുന്ന ആൾക്ക് എത്ര പൈസ കിട്ടുന്നുള്ളത്. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. സ്കൂൾ തലമാകുമ്പോൾ മത്സരമാണ്, പക്ഷെ അത് ആ ബുദ്ധി കാണാതെ ഇതൊരു പങ്കാളിത്തം എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. കാരണം ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്, ഒരു സ്കൂളിന് വേണ്ടിയിട്ട് പങ്കെടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പരസ്പരം ഇതാവുക എന്നുള്ളത്. ഇവരെ കലയെ പറ്റി നല്ല ധാരണയുണ്ട്, പക്ഷെ അവർക്ക് മാർക്കിന്റെ അതൊന്നും ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ എന്താകണമെന്ന് വെച്ചാൽ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടേ നമുക്ക് ഇതിങ്ങനെ മാർക്ക് ഇടാം, അല്ലെങ്കിൽ അത് നല്ലൊരു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള വിധികർത്താവായിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ഉപദേശം തേടിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരിട്ട മാർക്ക് ചിലപ്പോൾ നല്ല മാർക്കായിരിക്കാം, പക്ഷെ മത്സര ബേസ് വരുന്ന സമയത്ത് 79 മാർക്കിൽ താഴേക്കാണെങ്കിൽ അത് ബി ഗ്രേഡാണ്. സാംസ്കാരിക കർണാടക അല്ലെങ്കിൽ സാംസ്കാരിക തമിഴ്നാട് എന്ന് പറയില്ല, സാംസ്കാരിക കേരളം തന്നെയാണ് പറയുക. അപ്പോൾ കേരളത്തിനൊരു സാംസ്കാരിക തനിമയുണ്ട്, അത് സംസ്കാരമുണ്ട്. പ്രത്യേകിച്ച് നാടൻ പാട്ട് ആയിക്കോട്ടെ, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവും. അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളെന്നും മുണ്ടുടുത്ത് അല്ലെങ്കിൽ കള്ളിമുണ്ടുടുത്ത് തോർത്ത് കെട്ടി കഴുത്തിൽ ചരട് കെട്ടിയിട്ട് പാടേണ്ട ആളുകളല്ല. വർഷങ്ങൾ കുറെ കഴിഞ്ഞു, നമുക്ക് ഇനിയും മാറ്റങ്ങൾ വേണം. മത്സരത്തിന്റെ ബുദ്ധിയോട് കൂടി കാണുക, അതിൽ വ്യക്തിപരമായിട്ടുള്ള അതിലേക്കൊന്നും പോകരുത് ആരും. കാരണം ഇത് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും എല്ലാവരും വേദിയിൽ വെച്ച് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ളതാണ്. മത്സരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് കുട്ടികൾ തമ്മിലാണ് മത്സരം, ഒരിക്കലും രക്ഷിതാക്കളും അധ്യാപകരും കലാപരിശീലകരൊന്നുമല്ല. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടട പാട്ടു കേട്ട് നീയുറങ്ങ്. ഡൂൾ ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് നാടൻപാട്ട് കലാകാരനും ഉണർവ് കലാസമിതിയുടെ ഡയറക്ടറുമായ രമേശ് ഏട്ടനാണ്. രമേശ് ഏട്ടൻ സ്വാഗതം. നമസ്കാരം. രമേശ് ഏട്ടൻ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്നല്ലാതെ തന്നെ എപ്പോഴും ഒരു അക്കാഡമിക് ഇയറിൽ നമ്മളെപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. അത് സ്കൂളുകൾക്കുള്ളിലായാലും പുറത്തും മത്സരങ്ങളായിട്ട് നടക്കുന്ന വേദികളും മത്സര ഇനങ്ങളുമെല്ലാം. പക്ഷെ എല്ലാ കാലത്തും തന്നെ ഈ കലോത്സവ വേദികളിൽ ചില വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ വർഷം നമ്മൾ ഒട്ടനവധി റിപ്പോർട്ടുകളും മറ്റൊക്കെ കേൾക്കുകയുണ്ടായി. വിധി നിർണയത്തെ സംബന്ധിച്ച് വാക്ക് തർക്കങ്ങൾ കയ്യേറ്റങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിൽ എല്ലാ വർഷവും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എല്ലാ നൃത്ത പരിപാടികൾക്കും ഉണ്ട്. അതിലിപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള 5 ഗോത്രകളായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നതായി കണ്ടു. പക്ഷേ ഈ ഫോക്ലോറുകൾ അല്ലെങ്കിൽ ഫോക്ലോറിസ്റ്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫോക്ലോർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ നാടോടി കലകൾ അല്ലെങ്കിൽ നാടൻ കലകൾ, നാടോടുക എന്നുള്ള സാധനമാണ് നാടോടി. അപ്പോൾ അതിൻ്റെയായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വയനാട്ടിലെ പണിയർ കളിയുണ്ട്, മംഗലം കളിയുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് മലപ്പുലയാട്ടമുണ്ട്, പളിയ നൃത്തമുണ്ട്, തുടങ്ങിയിട്ട് ഒട്ടനവധി ഈ 5 കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയ തന്നെ കുട്ടികൾക്ക് ഇത് പഠിക്കാനും ഇവരുടെ സംസ്കാരം പഠിക്കാനും ആ വാദ്യങ്ങൾ പരിചയപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അതിൻ്റെ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിന് അത് പ്രാഥമികമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇപ്പോൾ എല്ലാ കലയും പഠിക്കാൻ പറ്റിയെന്നില്ല. പക്ഷേ ഇപ്പോൾ കലാമണ്ഡലം പോലത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഗോത്രകലകൾക്ക് ഒരു പാഠ്യ വിഷയമായിട്ട് പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്താണ്. അപ്പോൾ ഗോത്രകലകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗോത്രകല പഠിക്കാനും അതുപോലെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും അവരും ഇതുപോലെ ഈ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത സ്കൂളുകളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു അവസരം കൂടിയാണ് ഈ കലോത്സവം. വയനാടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പണി വിഭാഗത്തിൻ്റെ 90% പണി വിഭാഗക്കാരെ ഗോത്ര വിഭാഗത്തിലുള്ള അവരൊക്കെ ഈ വേദികളിൽ വരാനൊരു അവസരം കിട്ടുകയാണ്. അവരുടെ പാട്ടുകളും കൊട്ടുകളും ചുവടുകളും ഒക്കെ കേരളം മൊത്തം ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു
ഉദാഹരണത്തിന് നമ്മുടെ ഒരു സബ് ജില്ലാ മത്സരം നടക്കുകയാണ്, ഒരേ സമയം തന്നെ 30-40 സബ് ജില്ല നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനം വരുന്ന സമയത്ത് തന്നെ ഇത്രയും കലാകാരന്മാരെ ജഡ്ജ്മെന്റ് കിട്ടുക എന്ന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് എല്ലാ കലയ്ക്കാണെങ്കിലും. അപ്പോൾ ഒരാളെങ്കിലും അല്ലെങ്കിൽ ഈ പഠിപ്പിച്ച ആളുകൾക്ക് തന്നെ എന്താവേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അമ്മാവന്മാർ അച്ഛന്മാർ അങ്ങനത്തെ രീതിയിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. കാരണം ഇതിന് അറിയുന്ന ആളുകൾ ഇരിക്കണം എന്നുള്ളത് ആ മാനുവലിൽ പറയുന്നുണ്ട്. ഒരാളെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇരുന്നിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണെന്ന്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും നോക്കി കാണുന്നത് കേരളത്തിൽ ഒരുപാട് ഫോക്ലോറിസ്റ്റുകളുണ്ട്, എല്ലാ കലകളും അറിയുന്നത്. കാരണം അവർക്ക് കളിക്കാനോ കൊട്ടാനോ പാടാനോ അറിയില്ല, പക്ഷെ ബാക്കിയുള്ള അക്കാദമിക് ലെവലുള്ള അറിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ കഴിഞ്ഞ വർഷം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അത് കോഴിക്കോട് സബ് ജില്ലയിൽ നടന്നൊരു മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലും കലോത്സവത്തിന് ഗോത്രകലയുമായി ബന്ധപ്പെട്ടിട്ട് പല വിമർശനങ്ങളുണ്ട്. പക്ഷേ വിമർശനങ്ങളൊക്കെ നല്ലതിനാണ്. അത് വേറെ തരത്തിലേക്കൊന്നും പോവാതെ ഇപ്പോൾ കുറേ ജില്ലാ മത്സരം കഴിഞ്ഞതിന് ശേഷം അപ്പീൽ ഹിയറിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഹിയറിങ്ങിന് പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ കലാകാരൻ അല്ലെങ്കിൽ ആ ജൂറി പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ പഠിപ്പിച്ചതെന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ മോശമായിട്ടുള്ളൊരു രീതിയാണ്. കാരണം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം പഠിക്കേണ്ട സാധനമല്ല, ഇത് കേരളത്തിൽ എല്ലാവരും പഠിക്കേണ്ട സാധനമാണെന്നാണ് വ്യക്തിപരമായിട്ടും ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പഠിക്കണം, എല്ലാം കല പഠിക്കണം, എല്ലാവരും ആടണം, പാടണം, കൊട്ടണം. എല്ലാ കലാരൂപം പഠിക്കുമ്പോഴാണ് ഇത് ജനകീയമാവുള്ളൂ. സർക്കാരിൻ്റെ ഉദ്ദേശം തന്നെയാണ് കല ജനകീയമാക്കുക എന്നുള്ളത്. ഈ കലോത്സവ വേദികളിലേക്ക് ഗോത്രകലകൾ അല്ലെങ്കിൽ ഇനങ്ങൾ അത്തരം കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ ഒരു മാറ്റം, ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് നല്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനും കൊട്ടാനും പാടാനൊക്കെ അവർക്കൊക്കെ മറ്റു തിരുവാതിരയാണെങ്കിലും ഒപ്പനയാണെങ്കിലും മാർഗംകളിയിലൊന്നും ഗ്രൂപ്പ് ഡാൻസ് ഒന്നും സ്പേസ് ഇല്ല. കാരണം അതെല്ലാം നല്ല പൈസ വേണം, ചെലവാണ് ഇതിന്. അധ്യാപകരെ അല്ലെങ്കിൽ നൃത്താധ്യാപകരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതല്ല, അതിനത്രയ്ക്ക് സാമ്പത്തിക ചെലവ് വരും. ഇതാവുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചെലവും പിന്നെ കുട്ടികൾക്ക് തന്നെ പഠിക്കാം. ഇപ്പോൾ വയനാട്ടിലെ 3 സബ് ജില്ലാ മത്സരം കണ്ട ഒരാളാണ് ഞാൻ. പണിയനിർത്തം 16-17 സ്കൂളിലെ കുട്ടികളൊക്കെയാണ് പരസ്പരം മത്സരിച്ചത്. അപ്പോൾ അത്രയും അവർക്ക് വേദിയാണ്, അവർക്ക് സന്തോഷമാണ്. അതിലുപരി ഒരുപാട് നല്ല പാട്ടുകാരെയും പരിശീലകരെയൊക്കെ നമുക്ക് എന്താകും അതിലൂടെ കിട്ടുകയാണ്, കുട്ടികളെയും കിട്ടുകയാണ്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വഴി ഈ 2 വർഷം കൂടി കഴിയുന്ന സമയത്ത് ഇവർ കുറച്ചും കൂടിയൊക്കെ എന്താവും മത്സരബുദ്ധിയോട് കൂടിയിട്ട് ഇതിലേക്ക് സമീപിക്കും. ഇപ്പോൾ നടന്നിട്ട് എല്ലാ മത്സരവും ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഗോത്രകലകൾ എല്ലാ കലാരൂപങ്ങളും അങ്ങനെ ആ രീതിയിൽ കണ്ടാൽ മതി. തുടക്കം എല്ലാത്തിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാവരും റെയിൽമ കയറുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം മാത്രമാണ് നിലവിൽ ഉള്ളത്. വിധി നിർണയം പോലുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പാളിച്ചകളൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മത്സരവേദികളിൽ തന്നെ. അപ്പോൾ രമേശേട്ടൻ തന്നെ കുറച്ച് നേരത്തെ പറയുകയുണ്ടായി, അതായത് അക്കാഡമിക്കായിട്ട് അറിവുള്ളവരും നേരിട്ട് കലാരൂപവുമായി ബന്ധപ്പെട്ടവരും അല്ലെങ്കിൽ ആടാനും പാടാനും ഒക്കെ അറിയുന്നവർ തന്നെ അത്തരമൊരു വ്യത്യാസം. ശരിക്കും ഏത് രീതിയിലുള്ള വിധികർത്താക്കളെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നാണ്? അല്ല, നിലവിൽ കേരളത്തിന്റെ കലകൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നാടൻ പാട്ട്, ഇപ്പോൾ അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടൊക്കെ ആറന്മുള കുട്ടനാട് ഭാഗങ്ങളിൽ മാത്രം പാടിയിരുന്ന സാധനമാണ് കേരളത്തിലെ മൊത്തം ആളുകൾ ഏറ്റെടുക്കും. 14 ജില്ലയിലെ ആളുകളും മത്സരത്തിൽ ഉൾപ്പെടുത്തി നാളെ മുതൽ ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെ നാടൻ പാട്ടും അതേപോലെ തന്നെയാണ്. ഒരു ജില്ലയ്ക്ക് അതിൻ്റെതായ പാട്ട്. വയനാട്ടിലാണ് വയനാടിൻ്റെ കുറേ ഗോത്രഭാഗങ്ങളുടെ പാട്ടുകൾ, തൃശ്ശൂർ ജില്ലയിലാണ് മരംകൂട്ട് പാട്ടുകൾ, അല്ലെങ്കിൽ തോറ്റം പാട്ടുകൾ, അങ്ങനത്തെ ഒട്ടനവധി കുട്ടനാട് കൃഷിപ്പാട്ടുകൾ. തെക്കിലേക്ക് പോകുമ്പോൾ തെക്കിൻ്റെ ഒരുപാട് പിന്നെ വടക്കുറത്ത് പാട്ടുകൾ, അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതേപോലെ നാട് ഓടുന്ന സമയത്താണ് എല്ലാവരും ഏറ്റെടുത്തിട്ട് ചെയ്യുള്ളൂ. ഗോത്രകലവും അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ ജില്ല ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ തൃശ്ശൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്നത്, തിരുവനന്തപുരത്തൊക്കെ. അപ്പോൾ എന്തായാലും അത് ഏത് പാട്ട് നമ്മൾ ലിപിയില്ലാത്ത ഭാഷയായതുകൊണ്ട് തന്നെ ഗോത്രകലകളിൽ പണി വിഭാഗത്തിൻ്റെ ആണെങ്കിൽ ലിപിയില്ലാത്ത ഭാഷയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഷകളൊക്കെ അവർ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. സ്ലാങ് ബേസ് അർത്ഥം മനസ്സിലാക്കിയിട്ട് പാടുന്നൊക്കെ അത് എല്ലാ പാട്ടുകളാണ്. ഇപ്പോൾ നമ്മുടെ മാവലാൻ മലവെട്ടൂർ സമുദായത്തിൻ്റെ പാട്ടുകളാണെങ്കിലും പഠിച്ചെടുക്കാൻ കുറച്ച് പാടാം. നമ്മൾ കുറച്ചും കൂടി എളുപ്പം ഇളവുഭാഗത്തിൻ്റെ പാട്ടുകൾ, അതിൻ്റെ തമിഴ് കലർന്ന വിഭാഗമായതുകൊണ്ട് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും. അർത്ഥങ്ങൾ കുറച്ച് പ്രയാസമാണെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ. അത് അടുത്ത തലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റേറ്റ് മത്സരം ജനുവരി ഫസ്റ്റ് വീക്ക് നടക്കുകയാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ചൊരു മാറ്റങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കലാകാരൻ എന്ന രീതിയിൽ. പിന്നെ ഈ കലകളൊക്കെ മനസ്സിലാക്കിയൊരു വ്യക്തി എന്ന രീതിയിൽ പഠനം കൊണ്ടും നേരിട്ട് മനസ്സിലാക്കിയും പിന്നെ ഞങ്ങളെ ഉണർവ് പരിശീലനം നൽകുന്നത് ഓരോ കലാകാരന്മാരെ ആ ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പരിശീലനം നേടും. ആദ്യം ഞങ്ങൾ 10-30 പേരുണ്ട്. അവർ പരിശീലനം നേടിയതിന് ശേഷമാണ് മറ്റുള്ളവർക്ക്
ഈ സാധനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതുവരെ എല്ലാ കലയും അങ്ങനെ തന്നെ. വേദിയിൽ ചെയ്യുകയാണെങ്കിലും തനതായിട്ടുള്ള സംവിധാനത്തോട് വേണേൽ ചെയ്യുക. പണിയർകളി ആണെങ്കിൽ കൂടി അതേ പണി വിഭാഗത്തിൽപ്പെട്ട 2-4-5 ആൾക്കാർ ടീമിലുണ്ട്. അവർ ആ പണിയർകളി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കലകളൊക്കെ അവിടെ ചെന്ന് പഠിക്കുക, അല്ലെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതൊരു പിന്നെ കുട്ടികൾക്ക് കുറഞ്ഞ രീതിയിൽ ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാവുന്ന രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത കൊല്ലം മാറുന്നൊരു പ്രതീക്ഷയുണ്ട്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാം നമ്മൾ കണ്ടു, കുട്ടികൾ അതായത് വിമർശനം നേരിടുകയോ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു വിഷമം കൊണ്ടൊക്കെ വേദിയിൽ നിന്ന് പുറത്ത് വന്ന് അവരുടെ പാട്ടും അല്ലെങ്കിൽ ആട്ടത്തോടു കൂടിയൊക്കെ പ്രതിഷേധിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങളോട് സമൂഹത്തിനുള്ളൊരു സമീപനം എങ്ങനെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്? അല്ല, ഈ മത്സരം എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഒരു മത്സരം നടക്കുമ്പോൾ പണിയർകളി ആണെങ്കിൽ വയനാട്ടിൽ പണിയർകളി മാത്രമാണ് വിഷയം ഉണ്ടായിട്ട് എനിക്ക് നേരിട്ട് മനസ്സിലായ കാര്യം. കാരണം അത് നന്നായി കളിച്ച ടീമിനായിരുന്നില്ല. ഞാൻ എല്ലാ മത്സരം കണ്ട ഒരു ആളെന്ന രീതിയിൽ പറയാം. പിന്നെ വിധികർത്താക്കളാണ് അവിടെ ഇരിക്കുന്ന 3 പേർക്കാണ് ഇതിൻ്റെ മൊത്തം ചുമതല. അവരാണ് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് 3 പേർക്കും നല്ല ധാരണ വേണം. നമ്മുടെ മംഗലം കളി ഇവിടെ വയനാട് ജില്ലാ മത്സരം നടന്നു, 3 പേരും കാസർഗോഡ് ജില്ലയിലായിരുന്നു. മലപ്പൊലയാട്ടം നടന്നു, അത് ഇടുക്കി ജില്ലയിലെ ആളുകളായിരുന്നു. ഇരുള നൃത്തം ചെയ്യാൻ അതിൻ്റെതായ ആളുകൾ വന്നിട്ട് അപ്പോൾ 3 പേരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും. ജില്ലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പണിയർ കളിയായി ബന്ധപ്പെട്ടിട്ട് മികച്ച രീതിയിൽ നല്ല രീതിയിൽ കളിച്ച ആളുകൾക്ക് അവസരം അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള അവസരം കിട്ടിയില്ല. അതുമാത്രമല്ല, ഈ വയനാട് ജില്ലയിൽ നിന്ന് പോകുന്ന കലാരൂപമായിരിക്കും നിലവിൽ ഇനി സംസ്ഥാന മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. കാരണം അത് എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇതാണ് ജില്ലയിൽ നിന്ന് വന്ന ടീം 1-2 സ്ഥാനങ്ങളിൽ ഇപ്പോൾ അപ്പീൽ കൊടുക്കണമെങ്കിൽ തന്നെ 1-2 ടീമുകൾ അവരായിരിക്കും. അപ്പോൾ ഇവരെ ആണ് തനത് എന്ന രീതിയിൽ വരും. അപ്പോൾ നല്ല സാധനം വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ജില്ലയ്ക്ക് അഭിമാനിക്കായിരുന്നു. മറ്റു എല്ലാ കലാരൂപങ്ങൾ തന്നെ കാസർഗോഡ് നിന്നാണെങ്കിലൊക്കെ കാസർഗോഡിന്റെ തനത് കലാരൂപമുള്ള മംഗലം കളി. അപ്പം അവിടുന്ന് വരുന്നത് നല്ല സ്ഥാനങ്ങൾ വരുമ്പോഴാണ് ആളുകൾ അടുത്ത കൊല്ലത്തേക്ക്. ഇപ്പോൾ ഒരുപാട് സമയം വൈകിപ്പോയി. കുട്ടികൾക്കൊന്നും സ്കൂളിലൊക്കെ മത്സരമൊന്നും അധികം ഉണ്ടായിരുന്നില്ലല്ലോ. സ്കൂൾ മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മത്സരമായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത കൊല്ലം എന്താക്കും, ഈ കുട്ടികൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കല പഠിക്കാനും അതിൻ്റെതായ കലാകാരനെ പഠിച്ചിട്ട് ആദ്യത്തെ കൊല്ലം ഇപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് 3 കൊല്ലം ഉണ്ടല്ലോ, പിന്നെ +1 +2 5 കൊല്ലം കിട്ടും. ഈ 5 കൊല്ലം കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും നല്ലൊരു പരിശീലകർ വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് തെറ്റുകൂടാതെ തന്നെ വേദിയിൽ അവതരിപ്പിക്കാനും പറ്റും. പിന്നെ ഈ വിമർശനങ്ങളൊക്കെ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. ഇതിനെപ്പറ്റി ധാരണയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പഠിക്കുന്ന ആളുകളുണ്ട്, ഗവേഷണം നടത്തുന്ന ആളുകൾ, വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ നൃത്ത അധ്യാപകരുണ്ട്. ഇത് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള സാധനം കൂടിയാണ് വേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ലൈവ് ചെയ്യുന്നതിനാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം കൊട്ടിപ്പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കഴിവ് തന്നെയാണ്. അത് കുട്ടികളിൽ നിന്ന് വളർന്നു വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സാധനം കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഒരാൾ പാടുന്ന സമയത്തും അതിന് ചീനി, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ പണികൾക്ക് ചീനി ഉപയോഗിക്കും. ഈ ഇരുള വിഭാഗക്കാരാണെങ്കിൽ തീക്ക് ഉപയോഗിക്കും. പിന്നെ അതുപോലെ നമ്മുടെ മംഗലം കളീൻ്റെ ആളുകളാണെങ്കിൽ പാണം തുടികൾ ഉപയോഗിക്കും. അപ്പോൾ എല്ലാം ഇതൊക്കെ വ്യത്യസ്തമായ വാദ്യങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് വരും. ആദ്യം വാദ്യങ്ങൾ പരിചയപ്പെടാം. അത് ഈ ലൈവാണെങ്കിൽ മാത്രമാണ് അങ്ങനെ നടക്കുള്ളൂ. വാദ്യങ്ങൾ പരിചയപ്പെടാൻ പറ്റും, പാട്ടുകൾ പരിചയപ്പെടാൻ പറ്റും, ആട്ടങ്ങൾ നേരിട്ട് തന്നെ ഒരു പരിശീലകൻ വന്ന് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിനും ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാരണം ഒരുപാട് കുട്ടികൾ എന്തായാലും ഒരു നഷ്ടം ഉണ്ടാവും. ഇപ്പോൾ മത്സരമൊക്കെ ആവുന്ന സമയത്ത് എല്ലാവർക്കും 1ാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ചില വിമർശനങ്ങളും പരാതികളൊക്കെ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട്. ഈ വർഷം കുറച്ച് ഗോത്രകലയ്ക്ക് കുറച്ച് അധികമായി എന്നുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഒരു ഫോക്ലോറിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് അത്രയാണ് അതിനെ പറ്റിയിട്ട് പറയാറുള്ളത്. മത്സര ഇനങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയ ഗോത്രകലകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ മംഗലംകളി പോലെ. അതേതെങ്കിലും സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു കൾച്ചർ ഒക്കെ എങ്ങനെയാണെന്ന്? അത് പിന്നെ നമ്മുടെ മലവേട്ടുവ മാവല സമുദായം, ഈ 2 വിഭാഗത്തിൻ്റെയാണ് ഈ മംഗലം കളി. മംഗലം കളി എന്ന് പറഞ്ഞാൽ അറിയാലോ, കല്യാണ രാവിനോടനുബന്ധിച്ചിട്ട് ചെയ്തു വരുന്ന കളികളും കൊട്ടുകളും പാട്ടുകളും. പണ്ട് അതായത് തമ്പ്രാന്മാരോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ജോലിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, പാടത്ത് പണിയെടുത്തില്ലെങ്കിൽ മരത്തിന് വില കെട്ടിയിട്ടിട്ട് പുളിയുറുമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, അങ്ങനത്തെ ഒരു പ്രാകൃത രീതിയാണ്. ആ പ്രാകൃത രീതിയൊക്കെ ഇവർ എന്താ പറയുക ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ സംസാരിച്ചിരുന്നത്
ഇവർ ഈ മംഗലം കളിയിലായിരുന്നു. മംഗലം കളി എന്ന അപ്പം സ്വന്തം ദേഹത്ത് കൈകൊണ്ട് അടിച്ചിട്ട് പ്രതിഷേധം അറിയിക്കുകയും മുഖത്ത് നോക്കാതെ അത്രയ്ക്കും ആ രീതിയിൽ അന്നത്തെ ആ പ്രാകൃത രീതിയിൽ തന്നെയുള്ള കളികളാണ് അതിനകത്തുള്ളത്. പക്ഷെ വയനാട് ജില്ലയിലേക്ക് വരുന്ന സമയത്ത് പണിയർ കളിൻ്റെത് പെരണ്ട് കല്യാണം കാതുകുത്ത് കല്യാണം തുടങ്ങിയ ഒട്ടനവധി ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ കമ്പളനാട്ടി എന്നത് പറയുന്നത് കമ്പളം എന്ന് പറഞ്ഞ ഞാറ്, നാട്ടി എന്ന് പറഞ്ഞ നട്. അപ്പോൾ കമ്പളനാട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത് ഇത്. പിന്നെ കമ്പള ഉത്സവങ്ങളൊക്കെ ചില പഞ്ചായത്തുകൾ നടക്കാറുണ്ട്. മഴക്കാല സമയത്തൊക്കെ വരുന്ന സമയത്ത് നല്ല കുറച്ചധികം സമയം, പണ്ടുള്ള ചൂഷണമായിരുന്നെങ്കിലും അതിൻ്റെ പണ്ട് ഒരു 4 ഏക്കറാണ് നടാൻ ഒരു ദിവസം വേണ്ടി വന്നാൽ ഈ തുടിയുടെയും ചീനിയുടെയും ഒക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് 8 ഏക്കറോ 10 ഏക്കറൊക്കെയാണ്. അപ്പോൾ അത് പണ്ടൊരു ചൂഷണമായിരുന്നു. ഇപ്പോൾ അത് നൃത്തരൂപമായി മാറി. ഒറ്റക്കളിയിൽ തമാശ കളിയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള തമാശയായിട്ട് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള തമാശ കളിപ്പാട്ടുകളാണ് വരുന്നത്. ഇളവുപാത്തിൻ്റെ സമയത്ത് വരുന്ന പിന്നെ നമ്മുടെ കരടി പാട്ടുകൾ, ലേലേലെ കരടി, അങ്ങനത്തെ പാട്ടുകൾ, അതുപോലെ കുംഭപ്പാട്ടുകൾ, കുട എടുത്തിട്ട് പോകുന്ന സമയത്തുള്ള പാട്ടുകൾ, അങ്ങനെ അതുപോലെ ആഘോഷത്തിന് കല്യാണ പാട്ടുകൾ, കൃഷിപ്പാട്ടുകൾ ഒക്കെ. നേരെ നമ്മുടെ ഈ മലപ്പുലയാട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തു വരുന്നത്. പളിയർ കളിയിൽ വരുന്നത് ഭൂമിനെയും ദേവീനെയും ഒക്കെ, അല്ലെങ്കിൽ ദേവതകൾ, മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അതിനെങ്ങനെ പ്രതിവിധി എന്നൊക്കെ നൃത്തരൂപേണ അവതരിപ്പിക്കുന്നതാണ് ഈ പണിയർ കളി. എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള, അതിൽ പാട്ടില്ലാത്തത് മലപ്പുലയാട്ടത്തിന് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും തനത് പാട്ടുകളുണ്ട്, തനത് വാദ്യങ്ങളുണ്ട്. നമ്മൾ കേട്ട ആദ്യമായിട്ട് ഇപ്പം നമ്മൾ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ആദ്യം വരുന്ന വാദ്യം തുടിയായിരിക്കും. ഇപ്പോൾ പക്ഷേ പളിയരും മലപ്പുലയരൊക്കെ ഉപയോഗിക്കുന്നത് ഇടിമുട്ടി, ഉറുമി, ചിക്ക് വാദ്യം, കട്ടവാദ്യം, അങ്ങനത്തെ, അതുപോലെ കൊകൽ തുടങ്ങിയിട്ടുള്ള വാദ്യം, അങ്ങനത്തെ കുറേ വാദ്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനെ വ്യത്യസ്തമായുള്ള വാദ്യ പരിചയപ്പെടുത്തുക എന്നും കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ വാദ്യങ്ങൾ നിന്ന് പോയി കഴിഞ്ഞാലാണ് ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉപജീവന മാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അത് വാദ്യങ്ങളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, കൊട്ടായിക്കോട്ടെ. ഇപ്പോൾ വയനാട്ടിൽ തന്നെയുള്ള 10-30ഓളം കലാകാരന്മാർ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് വരുമാനം എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ കലോത്സവത്തിന്. രമേശന് കുറച്ചും കൂടെയും അടുപ്പം തോന്നിയിട്ടുള്ളൊരു കലാരൂപം അല്ലെങ്കിൽ പാട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എനിക്ക് എല്ലാ വിഭാഗത്തിൻ്റെ ഇഷ്ടമാണ് പാട്ടുകൾ. അതിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മംഗലം കളി പാട്ടുകളാണ്. അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ ചുവടുകളൊക്കെ. കാരണം ഒരു 12 കൊല്ലം മുമ്പേ കുഞ്ഞികൃഷ്ണേട്ടൻ എന്ന ഒരാൾ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പരിശീലനം 12 കൊല്ലം മുമ്പേ പരിശീലനം തന്നാണ്. അപ്പോൾ അദ്ദേഹം പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഗവേഷകൻ കൂടിയാണ്. അപ്പോൾ ആൾ പുസ്തകം ഇറക്കുന്നതിന് മുന്നേ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആശാന്മാരുടെ നമ്മൾ പഠിക്കുന്നതാണ് യഥാർത്ഥം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാളുടെ നിന്ന് പഠിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ പ്രാവീണ്യം നേടിയതിന് ശേഷം പരിശീലനം കൊടുക്കണം. ഇപ്പോൾ ഒട്ടും ഒരു 10-12 വർഷമായിട്ട് വേദികളിൽ അത് ചെയ്യുന്നുണ്ട്. തനിമയോടെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. ആ തനിമ വാദ്യങ്ങളൊക്കെ, അതേ വാദ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം മംഗലം കളി. അങ്ങനെ അതിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് വരികളൊന്ന് പാടാൻ? അതിൻ്റെ പാട്ടിന് കുറേ വരികളുണ്ട്. അതിൻ്റെ കുഞ്ഞികൃഷ്ണേട്ടൻ ഫസ്റ്റ് പഠിപ്പിച്ചു തന്നത് ഈ ഭൂമി വണക്കം, അതുപോലെ ആ നാടിനെ വണങ്ങിക്കൊണ്ട്, ദൈവത്തിനെ വണങ്ങിക്കൊണ്ട് ഒക്കെ ചെയ്യുന്ന താനിനോ തന്തിനോ താന തന്തിനോ, താനിനോ തന്തിനോ താന തന്തിനോ, വന്ദനം വന്ദനം ആദിഗുരുവിനെ, വന്ദനം വന്ദനം ആദിഗുരുവിനെ. ആയിയമാ ജോ ജോ ലേല ലേല ജോ മൈൽ ജിക്കലേ ഉള്ള ഇളപ്പുകയാ, ഈയമാ ജോ ജോ ലേല ലേല ജോ മൈൽ ജിക്കലേ കൊങ്കണത്തോട് എടുത്തോണ്ടൂവല്ല, ഈയമാ ജോ ജോ ലേല ലേല ജോ മൈൽ ജിക്കലേ താനവേല കേട്ടോണ്ടൂവല്ല. അങ്ങനെ കുറേ വരികൾ. നമ്മൾ ഈ പാട്ട്, മംഗലംകളിയുടെ പാട്ടുകൾ ജനകീയമായത് തന്നെ എള്ളുള്ളരി എന്നുള്ള പാട്ടിലാണ്. എള്ളുള്ളരി അത് കുറച്ച് മാറ്റം വന്ന ശൈലിയാണെങ്കിൽ കൂടി നാടൻ പാട്ടിന് മാറ്റങ്ങൾ വേണം. ഇപ്പോൾ പണ്ടുള്ള മുണ്ടുടുത്ത് അതേപോലെ ചെയ്ത് എന്നത് പോലെ തന്നെയാണ്. അങ്ങനെ ആയിരുന്നല്ലോ ആദ്യമൊക്കെ നാടൻ പാട്ടെന്ന കൺസെപ്റ്റ്. ഇപ്പം എല്ലാവരും വേഷങ്ങളും പാട്ടുകളും ഗിറ്റാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ളൂ. അതുതന്നെയാണ് ഫോക്ലോർ. അപ്പോൾ ആ പാട്ടുകൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഇങ്ങനെ കാസർഗോഡിൻ്റെ പാട്ടുകളൊന്നും അറിയില്ല കുറേ ആളുകൾക്ക്. അത് ഉള്ളേരി എന്നുള്ള ഒരു പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അത് ഒരു പെൺകുട്ടീനെ വയസ്സറിയിച്ചിട്ട് മാരിനങ്കർ എന്ന ആൾ കൊടുകിൽ ഇഞ്ചിപ്പണിക്ക് പോയ ഭാഗമായിട്ട് ആളെ മോള് വയസ്സറിയിച്ച്, അപ്പോൾ ആളെ അന്വേഷിച്ച് ആളെ കുടുംബക്കാർ പോണതിൻ്റെ കഥ പറയുന്നതാണ് ഇത്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിയുറുമ്പിനൊക്കെ ഇട്ട് കടിപ്പിക്കുന്നത് അതിൻ്റെ ഉറികൊടുപ്പാളം എന്നുള്ള പാട്ടുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ മലവേട്ട് പാട്ടുകളുണ്ട്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ കാസർഗോഡുള്ള, നമ്മൾ എന്ത് കാര്യത്തിന് സംശയം ചോദിച്ചാലും പറഞ്ഞു തരുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഭാഷ നമുക്ക് വലിയ പ്രശ്നമാണല്ലോ, ഭാഷ മറ്റുള്ളവർ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പാട്ടുകളൊക്കെ നമുക്ക് കേട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. നമ്മുടെ ചാലക്കുടി പ്രസീതേച്ചി പോലുള്ള ഗവേഷണത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചേച്ചി ഈ അടുത്ത് ഇപ്പൊ പറഞ്ഞ പോലെ എള്ളുള്ളേരി എന്നുള്ള പാട്ട് പാടുകയും അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ എന്നല്ല, ഒരു പരീക്ഷണം, അതിനെങ്ങനെയാണ് കുറച്ചും കൂടി? അല്ല, പാട്ടുകൾ മാറ്റം വേണം, പക്ഷെ തനിമയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു തനത് വാദ്യങ്ങളൊക്കെ അതിനകത്ത് ഏതെങ്കിലും പോർഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ഗുണം ചെയ്യും. കാരണം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഫിലിം അവാർഡ് നേടിയിട്ടുള്ള ചാവർ സിനിമയിൽ ഉണർവ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒപ്പം ഉപയോഗിച്ചിരിക്കുന്ന ആ പാട്ടിന്റെ പെർക്കുഷൻ ശൈലി മൊത്തം ഉപയോഗിച്ചുള്ളത് നമ്മുടെ വയനാട്ടിലെ തുടികൾ, ജോടുമറ, കുഴല്, അതുപോലെ ഇളവബാത്തിന്റെ കുറേ അങ്ങനത്തെ നാട്ടുവാദ്യങ്ങൾ ഒരു സമന്വയിപ്പിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ പുതിയായിട്ട് മുറ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അതുപോലെ കുമാരി സിനിമ ചെയ്തു, അങ്ങനെ കുറെ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് തനത് സാധനങ്ങൾ ചെയ്യുക, അവര് ആ രീതി അത് അങ്ങോട്ട് മാറ്റം വന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് ഏറ്റെടുക്കുന്ന ആ രീതിയിൽ. പക്ഷെ കുറച്ച് വാദ്യങ്ങൾ ഒരു തനത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. തനത് നമ്മൾ കൈവിടാതെ തന്നെ. ഇപ്പൊ നമ്മൾ ഒരിക്കലും തുടിയാണ് ഒരു പണിയുപാത്തിന്റെ വാദ്യം എന്ന് പറയും. വലിയ മരം, ചെറിയ മരം, അതുപോലെ തന്നെ ഇടമരമാണ്, 3 തുടികൾ. ആ മരം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെയാണ് വേൾഡ് റെക്കോർഡാണ് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 23 സംഘടിപ്പിച്ചത്. അപ്പോൾ ആ തുടി എന്ന് പറഞ്ഞ വാദ്യം കേരളത്തിലെ 700ഓളം ആളുകൾ പങ്കെടുത്തു. കൽപ്പറ്റ SKMG സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിരുന്നു ഞാൻ. അതിൻ്റെ മൊത്തം നടത്തിപ്പ് എന്ന രീതിയിൽ പിന്നെ കലാകാരന്മാരുടെ സംഘടന ഉണ്ട്, നാട്ടുകലാര കൂട്ടമാണ്. അവരാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. നമ്മളത് പിന്നെ ഇവിടെ ഏറ്റെടുത്തിട്ട് ചെയ്തു. അതാണ് ആദ്യത്തെ ഒരു കലാകാരന്മാരെ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുള്ള, പ്രത്യേകിച്ച് വയനാട്ടിലെ ഗോത്ര കലാകാരന്മാരെ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ്. അവർക്ക് എല്ലാവർക്കും വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. കാരണം ഒരു വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റിന് ഏറ്റവും കുറവ് ഒരു 3000 രൂപേൻ്റെ അടുത്ത് നമ്മൾ കെട്ടണം, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഒരു 500-600 രൂപ ചിലവ് വരും. പക്ഷേ വയനാട് ജില്ലയ്ക്ക് പുറത്തുള്ള കലാകാരന്മാരൊക്കെ എന്ത് ചെയ്ത്, കുറേ കലാകാരന്മാർ, ഞാൻ പറഞ്ഞില്ല ഒരുപാട് നല്ല ഫോക്ലോറിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഇവരുടെ പൈസ എടുത്തുകൊണ്ട് ഒരു 160ഓളം വയനാട്ടിലെ ഗോത്ര കലാകാരന്മാരുടെ പൈസ എടുത്തുകൊണ്ട് അവരാണ് കിട്ടിയത്, പൈസയില്ല. എന്നിട്ടാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവരെവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ഒരു കലാകാരനാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറിയിട്ട് ഞാൻ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണെന്ന് പറയാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണർവിനും കഴിഞ്ഞു, എനിക്കും കഴിഞ്ഞു. അങ്ങനെ എനിക്ക് നമ്മുടെ ഒരു കൂട്ടായ്മ, വയനാട്ടിലെ നാട്ടുകലാകാരന്മാർ ഒരുപാട് കൂട്ടായ്മ ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതിൽ സ്റ്റേറ്റ് ബേസുള്ള തൃശ്ശൂരുകാരൻ രമേഷ് കരിന്തലക്കോട്ട, ശ്രീ രമേശ് ഏട്ടനാണ് എൻ്റെയൊക്കെ നമ്മളൊരു വഴികാട്ടി എന്ന രീതിയിൽ രമേശ് ഏട്ടൻ, ബൈജു ഏട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട്. സംസ്ഥാനത്ത് മൊത്തം കലാകാരൻ കൂട്ടായ്മ ഉണ്ട്. കുറേ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്, മരത്തിൻ്റെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ചെയ്തു, ശിങ്കാരിപൂരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാളകളിയുടെ തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ ഓരോ വർഷം ഓരോ വ്യത്യസ്തമായിട്ടുള്ള കലകൾ എല്ലാം കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു കലാകാരൻ അറിയപ്പെടുന്നത് ജസ്റ്റ് ഒരു പാട്ടുകാരൻ എന്ന രീതിയിലായിരിക്കും, ഒരു നാടൻ പാട്ടുകാരൻ. പക്ഷെ അദ്ദേഹത്തിന് ഒരു വില ഉണ്ടാവുന്നത് ഇതുപോലെ അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബയോഡേറ്റ പറയുന്നത് എന്തായിരിക്കും? വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഈ സാധനം ഗിന്നസ് തുടിയിൽ വാദ്യത്തിന് വേൾഡ് റെക്കോർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരുപാട് ഒരു 2 മാസത്തെ പ്രയത്നമായിരുന്നു ആ വർക്ക് അത്രയ്ക്ക്. അപ്പോൾ വാദ്യങ്ങൾ എന്തായാലും തനത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ, പക്ഷെ പാട്ടിന് ഒരിക്കലും അങ്ങനെ നശിപ്പിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആരും നശിപ്പിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ ശൈലി അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ സിനിമകളിൽ കൂടെ കേൾക്കുമ്പോൾ ഇതാണ് നാടൻ പാട്ടുകൾ എന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ കാഴ്ച സിനിമയിൽ ജിമിക്കി ജിമിക്കി ജാനകി, വെള്ളം കോരാൻ പോകുമ്പോൾ, അടുത്ത വീട്ടിലെ സായിപ്പ്, ആ പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഈ പാട്ട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, ഉദുമ ഭാഗങ്ങളിലൊക്കെ ഉള്ള അലാമീസ് എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അലാമിക്കളിക്ക് വേണ്ടിയിട്ട് അത് തമാശ ആക്ഷേപമായിട്ട് പാടുന്ന പാട്ടാണ്. അവർ ഈ പാട്ട് പാടാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാടോടി സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഇതുപോലത്തെ പാട്ടുകൾ തന്നെയാണ്. സംശയമില്ല. അലാമിക്കളിയുടെ പാട്ടൊന്ന് അത് ഇത് എനിക്ക് പറഞ്ഞു തന്നത് അവിടെയുള്ള ഒരു കുമാരേട്ടനാണ്. ഞങ്ങൾ
ഉത്സവത്തിൻ്റെ DTPCൻ്റെ ഉത്സവത്തിൻ്റെ പരിപാടിയായിട്ട് കാസർഗോഡ് പോയപ്പോൾ അവരുണ്ടായിരുന്നു ഈ വേദിയിൽ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ മോനെ പറഞ്ഞു തരാന്നിട്ട് മുതിർന്നൊരു ചേട്ടൻ പാടി തന്നാണ്. അപ്പോൾ തന്നെ ഞങ്ങളത് റെക്കോർഡ് ചെയ്ത് ചേട്ടൻ കുറേ വരിയൊക്കെ എഴുതി തന്നു. അങ്ങനെയാണ് ആ പാട്ട് ഞങ്ങൾ വേദി ചെയ്യുന്നുണ്ട്. അത് അലാമി കളികൾ. ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേല കുട്ടിച്ചി ലേല കുട്ടിച്ചി ലേലോ ഒരുപാടും കേങ്കുണ്ടയ്യ പൗവാതെ തൂങ്ങുന്നു അതിൻ്റെ മണം കേട്ടിട്ട് കരിനാഗോ വന്ദനയ്യ ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേല കുട്ടിച്ചി ലേലോ ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോകുമ്പോ അടുത്ത വീട്ടിലെ സായിപ്പ് കണ്ണിറുക്കി സോയ്ക്കണ്ണ് ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ പല്ല് നീണ്ട പെണ്ണുങ്ങളൊക്കെ തേങ്ങ ചേരവാൻ പൊയ്ക്കോളി ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേല കുട്ടിച്ചി ലേലോ. ഇത് ആക്ഷേപമായിട്ട് പാടി വരുന്നത് അവിടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദുമ കാഞ്ഞങ്ങാട് ഉണ്ട്. അത് മതമൈത്രി സന്ദേശമായിട്ട് തമാശകൾ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അലാമികൾ സഞ്ചരിക്കാറ്. നമ്മൾ അലാമി ഒരു കൾച്ചറാണ് അത് ശരിക്കും പറഞ്ഞാൽ, ഒരു നാടൻ കൾച്ചർ എന്ന രീതിയിൽ. ഉണർവ് കലാസമിതി തന്നെ ഒന്നിലധികം സിനിമകളുടെ ഭാഗമായി എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ നമ്മൾ അലാമിക്കളീനെ കുറിച്ച് കാസർഗോഡ് ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചധികം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ ഈണം താളങ്ങളൊക്കെ. സിനിമ എത്രത്തോളം ഈ ഗോത്രകലകളെ ആ ഒരു ഈണത്തിനൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പിന്തുണ പോലെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്? എല്ലാത്തിൻ്റെ പിന്നെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ആ ഫോക്കാണല്ലോ. ഫോക്കിൽ നിന്നാണ് സംഗീതം പോലും ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ പല ഫോക്ക് ലോറിസ്റ്റുകളും പറയാറുണ്ട്. കാരണം ഫോക്കില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. എല്ലാത്തിനും ഒരു ഫോക്ക് ടച്ച് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സംഗീതത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. സപ്തസ്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, 7 സ്വരങ്ങളിൽ കാള, മയിൽ, ആന, ക്രൗജപക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് 7 താളങ്ങൾ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പുലയുപകാർ ഇത് പാടിയിട്ടുണ്ട്. ഈ സപ്തസ്വരങ്ങൾ വരുന്നതിന് പ്രകൃതിനെ കുറിച്ചിട്ട് ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഒരു ജനത അല്ലാന്ന് കരുതുന്ന ഒരു വിഭാഗം. അതുപോലെ തന്നെ നിഴൽ നോക്കിയിട്ട് സമയം പറയുന്ന നമ്മുടെയൊക്കെ പൂർവികർ നിഴൽ നോക്കിയിട്ട് വാച്ചൊന്നും കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും മുന്നേ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ബാങ്കുവിളി ഒരു സംഗീതമാണെങ്കിലും അതൊരു സമയമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഉള്ള സംഗീതം വന്ന സമയത്ത് ഒരു സൂര്യനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അപ്പോൾ തോട്ടങ്ങളിലോ കാടുകളിലൊക്കെ വർക്ക് അല്ലെങ്കിൽ തോട്ടപ്പണിയൊക്കെ എടുക്കുന്ന ആളുകൾ സൂര്യൻ്റെ സമയം നോക്കിയിട്ട് പറയും 12:30 ആയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം നിഴൽ നോക്കിയാൽ ഭക്ഷണം കഴിക്കാൻ സമയമായി. അതല്ലെങ്കിൽ റാട്ട വിളിക്കുന്ന, അത് കഴിഞ്ഞ ശേഷമാണ് റാട്ട വിളിയൊക്കെ വന്നിട്ടുള്ളത്. ഒരു 3:30 സമയമാകുമ്പോൾ അവർക്കറിയാം പണി കയറാനുള്ള സമയമായി എന്നുള്ളത്. അപ്പോൾ അതേ സമയം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സപ്തസ്വരങ്ങളൊക്കെ പ്രകൃതിയുടെ ജീവജാലങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുത്തു. അതാണ് സപ്തസ്വരങ്ങൾ. അതാണ് ഏറ്റവും ആദ്യത്തെ പാട്ട്. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കാരണം സൂര്യനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ജനത. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഏറ്റവും അവസാനത്തെ സ്വരം സരി ഗമ പദ നി നിഷാദം. നിഷാദം എന്ന് പറഞ്ഞ ആനകേറ മാമലയിൽ ആനകളി കണ്ടു താമസിച്ചേ. ആനകേറ മാമലയിൽ ആനകളി കണ്ടു താമസിച്ചേ. മറ്റൊരു സ്വരമുണ്ട് കുയിലുകൂവും മാമലയിൽ കുയിലുകളി കണ്ടു താമസിച്ചേ. അങ്ങനെ ഒട്ടനവധി ശാഖകളുണ്ട്. ശരിക്കും ഫോക്ക് തന്നെയാണ്. ഫോക്കിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചിട്ട് മാറ്റങ്ങൾ വന്ന് വാദ്യങ്ങൾക്കാണെങ്കിലും പാട്ടുകൾക്കൊക്കെ ആണെങ്കിലും. ഇപ്പോൾ നിങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് പാടുന്ന പാട്ട് എങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് വേറെ ശൈലിയിലെ പാടുക. ഒന്നാം മാമലയിൽ ഉദിക്കും ആദിത്യൻ തമ്പുരാനേ ഇന്നെന്താ തമ്പുരാനും ഉദിക്കുവാൻ ഇന്നിത്ര താമസിച്ചേ. അപ്പോൾ വ്യത്യാസമുണ്ട്. പാട്ടൊന്നാണെങ്കിലും ഓരോ നാട് ഓടുന്ന സമയത്ത് അതിന് ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. എല്ലാത്തിനും അടിസ്ഥാനം നാടൻ അല്ലെങ്കിൽ നാടോടി സംഗീതം തന്നെയാണല്ലോ. അപ്പം കലോത്സവ വേദികളിലല്ലാതെ തന്നെ ഒരു സാംസ്കാരിക വേദികളിലേക്ക് ഗോത്രകലകൾ വരുമ്പോൾ ഒരു കൾച്ചർ തന്നെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതിനെങ്ങനെയാണ്? അല്ല, എല്ലാ വേദികളും എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ആടണം പാടണം. ഏത് വേദി ആയിക്കോട്ടെ അവർക്ക് സ്പേസ് കിട്ടുന്ന രീതിയിൽ. എന്തൊക്കെയായാലും ഈ കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി വേണ്ടതാണല്ലോ. നമ്മുടെ താഴെ തട്ട് കിടക്കുന്ന എല്ലാവർക്കും വേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാ വേദി കിട്ടുന്ന അനുസരിച്ച് ഇവർ ചെയ്യട്ടെ.
കലഹങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് അതാണ് എന്ത് വേറെ മത്സരബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യാതെ ഇതൊരു ഈ സ്കൂൾ തലമാകുമ്പോൾ മത്സരമാണ്. പക്ഷെ അത് ആ ബുദ്ധി കാണാതെ ഇതൊരു പങ്കാളിത്തം എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. കാരണം ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്, ഒരു സ്കൂളിന് വേണ്ടിയിട്ട് പങ്കെടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പരസ്പരം ഇതാവുക എന്നുള്ളത്. എന്തായാലും വരും കാലങ്ങളിലൊക്കെ സെറ്റാവുമായിരിക്കും. എന്താ പറയുക, ബാക്കിയുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ക്ലാസിക്കൽ കലകളുണ്ടാവുമല്ലോ, ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, ഇതൊക്കെ ഏത് സ്റ്റേറ്റുകളിൽ നിന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ പറയാൻ കഴിയുമെങ്കിലും ഈ ഇതുപോലുള്ള ഗോത്രകലകൾ ഇപ്പോൾ ഏത് സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് ജില്ലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു അറിയില്ല എന്നുള്ളൊരു ഇതുണ്ട്. കൂടുതൽ ഈ ഗോത്രകലകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശില്പശാല സംഘടിപ്പിച്ചിട്ട്, ഇതിന് പരാതി തീർക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, ഒരു ശില്പശാല സംഘടിപ്പിക്കുക. ഇപ്പൊ പണിയർകളിയുടെ ഒരു ശില്പശാല സംഘടിപ്പിക്കുക. സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്നിട്ട് കേരള ഫോക്ലോർ അക്കാദമിയായി സഹകരിച്ചുകൊണ്ട് ശില്പശാല സംഘടിപ്പിക്കുക. അതിൽ പ്രാവീണ്യമുള്ള ആളുകളെ വെച്ചിട്ട് ഒരു 2-3 ദിവസത്തെ ക്യാമ്പ് വെച്ചിട്ട് ഒരു സർക്കാർ സർട്ടിഫിക്കറ്റ് ചെയ്യുക. വിദ്യാഭ്യാസ വകുപ്പ് ഫോക്ലോർ അക്കാദമിയുടെ സർക്കാരിന്റെ നിർദ്ദേശത്തോടുകൂടി സർട്ടിഫിക്കറ്റ് പോലെ ചെയ്തിട്ട് അങ്ങനത്തെ ആളുകളെ വെച്ചിട്ട് അതിൽ ഫോക്ലോറിസ്റ്റുകളൊക്കെ വന്നോട്ടെ, നാടൻ കലയെ അറിയപ്പെടുന്ന ആളുകളൊക്കെ വന്നോട്ടെ. ഒരു കലയെ പറ്റിയിട്ട് ഏകദേശം ഒരു 90%, 100% അറിവ് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ 90% സാധ്യത വെച്ചിട്ട് ആ ക്ലാസ് കൊടുക്കുക. എന്നിട്ട് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇവർക്ക് ഈ കലയിൽ പ്രാവീണ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് ജഡ്ജ്മെന്റ് ചെയ്യാനൊരു പറ്റും എന്ന രീതിയിൽ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി അടുത്ത കൊല്ലത്തേക്കൊരു ഗുണകരമാവുന്നത്. കാരണം ഞാൻ ആരെയും പേരെടുത്തോ കുറ്റം പറയൊന്നുമില്ല. പക്ഷെ നമ്മുടെ മറ്റു ജില്ലകൾക്കൊക്കെ പോയ ആളുകൾക്കൊക്കെ ഈ മാർക്ക് ഇടാനോ എഴുതാനോ വായിക്കാനോ അറിയാത്തൊരു പ്രയാസമുണ്ട്. അത് ഭയങ്കര ഒരു പ്രയാസം, മറ്റൊരു തരത്തിലേക്ക് പ്രയാസമാവാം. കാരണം ഇവർക്ക് അറിവില്ല, ഇവരെ കലയെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷെ ഇവർക്ക് മാർക്കിന്റെ അതൊന്നും ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ എന്താകണമെന്ന് വെച്ചാൽ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടേ നമുക്ക് ഇതിങ്ങനെ മാർക്ക് ഇടാം, അല്ലെങ്കിൽ അത് നല്ലൊരു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള വിധികർത്താവായിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ഉപദേശം തേടിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരിട്ട മാർക്ക് ചിലപ്പോൾ നല്ല മാർക്കായിരിക്കാം. പക്ഷെ മത്സരം ബേസ് വരുന്ന സമയത്ത് 79 മാർക്കിൽ താഴേക്കാണെങ്കിൽ അത് ബി ഗ്രേഡ് ആണ്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. 79+ ആണ് എ ഗ്രേഡ് വരിക. അപ്പൊ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ നമുക്ക് ഈ കലോത്സവത്തിന് വന്നിട്ടുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്കത് അറിയാത്തതിന്റെ ഭാഗമാണ് എന്നൊരു മാത്രമാണ്. അത് അവരെ ഒരിക്കലും ഈ വിധി നിർണ്ണയം പോയ ആൾക്കാരെ കുറ്റം പറയല്ല. അവർക്ക് അറിവില്ല. അവർക്കൊരു അല്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ ഇതൊക്കെയാണ് സംവിധാനം എന്ന് ആരെങ്കിലും ഉള്ള ഒരു ക്ലാസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ശില്പശാല എന്ന് കൊടുത്തിട്ട് എങ്ങനെയാണ് സംവിധാനങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയാണെങ്കിൽ കുറെ വിമർശനങ്ങളൊക്കെ ഒന്ന് ഒഴിവാകുമായിരുന്നു. അതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പൊതുവെ നമ്മളിപ്പോൾ അവഗണിക്കപ്പെടുന്ന കലാകാരന്മാർ, അതിപ്പോൾ ജാതി മത ഭേദമന്യേ തന്നെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റ് പിന്തുണകൾ ഒന്നുമില്ലാതെ തന്നെ കലാമേഖലകളിൽ കലാരംഗത്തേക്ക് എത്തുന്ന ഒരു വ്യക്തി ആ മേഖലയിൽ നിന്ന് തന്നെ അവഗണന നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നാണ്. അത് ഇപ്പോൾ എല്ലാം നമുക്ക് തന്നെ കിട്ടണം എന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു വാശി പാടില്ല. എന്ത് കാര്യമാണെങ്കിലും ഈ ഫോക്ലോർ ആവാൻ ഒരു നാടൻ പാട്ട് എല്ലായിടത്തും ഫോക്ലോറിസ്റ്റുകളാണ്. കുറെ ഫേക്ലോറിസ്റ്റുകളുണ്ട്. കാരണം ഫേക്കായിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരല്ല, യഥാർത്ഥമായിട്ട് ഇനി അത് ഇറങ്ങി തിരിച്ചൊരാൾക്ക് എന്താവില്ല, ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമായിരിക്കാം, യാത്ര ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ നല്ല കലാകാരന്മാരൊക്കെ എപ്പോഴും എന്തായിരിക്കും, അവർ എപ്പോഴും താഴെത്തട്ട് തന്നെ ആയിരിക്കും. കാരണം അവർ കലയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എൻ്റെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. കലയെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൽ പ്രതിഫലമല്ല നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസിക് കലകളൊക്കെ ഒരാൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ എത്ര പൈസ ഏകദേശം വേണ്ടിയിരുന്നത് നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ ഗോത്രകലകൾ ജഡ്ജ്മെന്റ് പോകുന്ന ആൾക്ക് എത്ര പൈസ കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ നാടൻപാട്ടിൽ ഒരു 6 വർഷമായിട്ട് ജഡ്ജ്മെന്റ് പോകുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഒരു തരത്തിലും ഒരു വിവാദത്തിലേക്ക് ഇത്രയും വർഷം വരാത്തതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അന്വേഷണമാണ്.
അന്വേഷിക്കുക, ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറിവുള്ളവരടുത്ത് ചോദിക്കുക. അതിനും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാത്ത കാര്യം ഒരാളടുത്ത് ചോദിക്കുന്നതിന് ഒരു വിഷയമല്ല. ഫോക്ലോർ അത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കുറേ ആളുകൾ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ എന്താകും അതിന് ശ്രമിക്കാറില്ല. അതും നമ്മുടെ ഈ കലോത്സവത്തിന് കുറേ വിവാദങ്ങൾക്കും കുറേ പ്രശ്നങ്ങൾക്കും കുറേ കുട്ടികളുടെ കണ്ണീര് കുടിക്കാനൊക്കെ അതും കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ തിരിച്ചറിയേണ്ട ആവശ്യവും കൂടിയുണ്ട് ഇതിൽ. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങനത്തെ ആളുകളും കൂടി തിരിച്ചറിയണം. അത്രയാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. ഗോത്രകലകൾ അല്ലെങ്കിൽ സിനിമകൾ ഏത് കലാരൂപമാണെങ്കിലും അതൊരു പൊളിറ്റിക്സ് ആണ് അല്ലേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കലയുടെ പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കലയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് തോന്നുന്നത്? നമ്മുടെ രാഷ്ട്രീയം നമ്മൾ പറയാറുണ്ട് എല്ലാ വേദികളിലും, കൂടെ ചേർത്ത് നിർത്തുക തന്നെയാണ്. എത്ര വലിയവനും ചെറുപ്പമില്ലാതെ എല്ലാവരും കൂടെ ചേർത്ത് നിർത്തുക. അതാണ് നമ്മുടെ എൻ്റെ ടീമിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ്. നമ്മളാരും ഒരാൾക്ക് പോലും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് പാട്ടുകളാണെങ്കിലും നമുക്കറിയുന്ന അറിവുകളാണെങ്കിലും അതിൽ പൈസ പ്രതീക്ഷിച്ചിട്ടല്ല. അത് എല്ലാവരും നമ്മളെ കൂടെ ചേർന്ന് നിൽക്കണം. നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് അതൊരു കൂട്ടാവുള്ളൂ. കൂട്ടാവുമ്പോൾ മാത്രമാണ് അത് ഫോക്ലോർ ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഒരിക്കലും ഫോക്ലോർ ആവില്ല. അപ്പോൾ അതിനകത്തേക്ക് ജാതി മത ലിംഗഭേദമന്യേ ആർക്കും സ്വാഗതം. നാടൻകല പഠിക്കാനാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും നമ്മൾ തയ്യാറാണ്. നമുക്കത് കൂടെ ചേർത്ത് നിർത്തും. ഒരു സംശയമില്ല. എത്രത്തോളം കല സമൂഹത്തിനോട് സംസാരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? ഈ കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കലാകാരനില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളൊന്നും ഇതുപോലെ പറയില്ല. സാംസ്കാരിക കർണാടക അല്ലെങ്കിൽ സാംസ്കാരിക തമിഴ്നാട് എന്ന് പറയില്ല. സാംസ്കാരിക കേരളം തന്നെയാണ് പറയുക. അപ്പോൾ കേരളത്തിനൊരു സാംസ്കാരിക തനിമയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അത് ഈ കലയിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് നമ്മൾ പാടിയും പറഞ്ഞും നമ്മുടെ എഴുത്തുകളും പാട്ടുകളൊക്കെ അതിനൊരു നല്ല രീതിയിൽ പ്രചോദനമാവുന്നുണ്ട്. അതിനിയും തുടർന്നും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം പ്രതിഷേധം, പാട്ടൊരു പ്രതിഷേധമാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മംഗലങ്ങളിയിൽ അങ്ങനെയാണല്ലോ, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ കലകളിലും അങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കല ശരിക്കും പ്രതിരോധവും ആണ്, പ്രതിഷേധവുമാണ്, സാംസ്കാരിക തലമാണ്. ഒരു പ്രതിഷേധ സൂചകമായിട്ടൊരു 2 വരി പറയാനോ അങ്ങനെ ആഗ്രഹിക്കുന്ന, പാട്ടിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന? എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. മാറടാ മാറാടാ മാറാടങ്ങട് മാറടാ, മാറടാ 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 പാക്കനാരെ മാറടാ. എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. ദളിത് മനുഷ്യർക്ക് എത്രമാത്രം കലാരംഗത്ത്, അത് സാംസ്കാരിക വേദികള്, ഗോത്രകലകള്, സിനിമ, അങ്ങനെ മൊത്തമായിട്ട് തന്നെ ദളിത് മനുഷ്യർ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനത്തെ അറിയില്ല. പക്ഷെ കഴിവുള്ള ആളുകൾക്ക് എന്തായാലും ഏത് മേഖലയാണെങ്കിലും അവസരം കിട്ടും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ എന്തിനും നമ്മൾ ഉദ്ദേശിച്ച നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ട് സഞ്ചരിക്കുകയാണല്ലോ വേണ്ടത്. അതിന് വിമർശനങ്ങളല്ല, നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് നാടൻ ആയിക്കോട്ടെ, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടെ ചേർത്ത് ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ ക്ലബിൻ്റെ പരിപാടിക്ക് 4 പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ആദ്യം വേണം. അതിന് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാനിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അഹങ്കാരം കൊണ്ടല്ല. ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾക്ക് അംഗീകാരമായിട്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് പറഞ്ഞു വെക്കും. പിന്നെ ഇപ്പോൾ തെക്കിലൊക്കെ ആണെങ്കിലൊക്കെ ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരൊക്കെ ഈ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ മുന്നോട്ട് വരുന്ന അവർക്കും ലക്ഷ്യമുണ്ട്. ഈ പാട്ട് പാടി വെക്കണം, അല്ലെങ്കിൽ അവരുടെ തലമുറ പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ, പറഞ്ഞു വെച്ചിട്ടുള്ള സംസാര രീതികൾ. അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളെന്നും മുണ്ടുടുത്ത് അല്ലെങ്കിൽ കള്ളിമുണ്ട് കൊടുത്ത് തോർത്ത് കെട്ടി കഴുത്തിൽ ചരട് കെട്ടിയിട്ട് പാടേണ്ട ആളുകളല്ല.
വർഷങ്ങൾ കുറേ കഴിഞ്ഞു, നമുക്ക് ഇനിയും മാറ്റങ്ങൾ വേണം. അപ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക, മറ്റാർക്ക് അവകാശം കൊടുക്കരുത്. നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കുക. അത് പാട്ടായിക്കോട്ടെ, പറച്ചിലായിക്കോട്ടെ, ആട്ടായിക്കോട്ടെ, കൊട്ടായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു വെക്കുക, നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ രമേശേട്ടൻ പറഞ്ഞ പോലെ എല്ലാ വേദികളിലും അവിടെ ഇരിക്കുന്നവർ ആടാനും പാടാനും ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകട്ടെ. അങ്ങനെ അത്തരത്തിലുള്ള വേദികൾ ഉണ്ടാകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, സന്തോഷം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും വേണം. നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് നമ്മൾ നല്ല സന്തോഷിച്ചിട്ട് നല്ല പ്രയാസമൊന്നും ഇല്ലാത്തൊരു മത്സരത്തിൻ്റെ ബുദ്ധിയോട് കൂടി കാണുക. അതിൽ വ്യക്തിപരമായിട്ടുള്ള അതിലേക്കൊന്നും പോകരുത് ആരും. കാരണം ഇത് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും എല്ലാവരും വേദിയിൽ വെച്ച് കാണാനും സംസാരിക്കാനൊക്കെ ഉള്ളതാണ്. മത്സരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് കുട്ടികൾ തമ്മിലാണ് മത്സരം, ഒരിക്കലും രക്ഷിതാക്കളും അധ്യാപകരും കലാപരിശീലകരൊന്നുമല്ല എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. എല്ലാവരോടും സ്നേഹമുണ്ട്. രാഘവേന്ദ്ര വിളിച്ച സമയത്ത് വളരെ സ്നേഹപൂർവ്വം ഏറ്റെടുത്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം യാത്ര പോയിട്ടുണ്ട് ഓരോ പരിപാടികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. എന്തായാലും നിങ്ങളുടെ ഈ ചാനലിൽ വിളിച്ചതിന് അതിലേറെ സന്തോഷവും അഭിമാനമുണ്ട്. നമുക്ക് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പോലെ ഒരു പാട്ടുകൂടെ പാടിയിട്ട് പാടാം. നമ്മൾ ഈ കുറേ പാട്ടുകൾ കൊട്ടുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ തെക്കിൽ ഈ കുഴിയൻ എന്നൊരു വിഭാഗമുണ്ട്. കുഴിയൻ, അത് നമ്മുടെ തെക്കിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞു തന്ന പാട്ടാണ്. പണ്ട് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പണിക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് ചെറിയൊരു കുഞ്ഞൊക്കെ ആവുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് എന്താക്കില്ല, പണിക്ക് കൊണ്ടുപോകണം. നമ്മൾ പണിക്ക് പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകും. അപ്പോൾ പ്രസവിച്ച ഉടനെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ, അത്രയ്ക്കും അന്നത്തെ പ്രാകൃത രീതി അറിയാലോ. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് ഒരു പാടത്താണെങ്കിൽ ചെറിയൊരു കുഴിയൊക്കെ കുത്തിയിട്ട് ചേമ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ വാഴൻ്റെ ഇലയൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് കിടത്തും. എന്നിട്ടാണ് ഈ അമ്മ പണിക്ക് പോവുക. അങ്ങനെ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് ഈ ചിലപ്പോൾ കുഞ്ഞ് ഉറുമ്പരിച്ചിട്ടോ അല്ലെങ്കിൽ പാമ്പ് അടിച്ചിട്ടോ അങ്ങനെയൊക്കെ മരിച്ചൊക്കെ ചരിത്രങ്ങളൊക്കെ പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. പോകാൻ നേരത്ത് അമ്മ ഈ മുലയൊട്ടാൻ പറ്റാതെ പാടത്തേക്ക് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പാല് ഒഴുക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ചരിത്രമുണ്ട്. അത് കുഴിയൻ പാട്ടുകൾ എന്നാണ് അതിനെ പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ആ പാട്ട് അറിയില്ല. പക്ഷെ അതിൻ്റെ എഴുത്ത് കുറച്ച് മാറ്റം വന്ന കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എഴുത്തുപാട്ടുണ്ടാവും, തനത് പാട്ടുണ്ടാവും. അതിൻ്റെ എഴുത്തിലേക്ക് വന്ന പാട്ടാണ് ആരിയ നെല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് വല്യവരമ്പിൻ്റെ തെക്കേ മൂലക്കല് തമ്പ്രാങ്കുട ചൂടി നിൽക്കണുണ്ട് വാരിയെടുക്കാനും മാറോടു ചേർക്കാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മേ. അങ്ങനെ കുറേ ചരിത്രങ്ങൾ നമ്മൾ ഫോക്ലോർ അല്ലെങ്കിൽ ആ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സമയം മതിയാവില്ല. അത്രയ്ക്കും പാട്ടുകളും കൊട്ടുകളും ആചാരമൊക്കെ ഉള്ളത് ഇതും കൂടിയാണ്. ഒരിക്കൽ കൂടി ഞാൻ കുറേ സംസാരിക്കാൻ ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി എന്തായാലും ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് ഓക്കെ. താങ്ക് യു.